മൾട്ടിനാഷണൽ കമ്പനിയുടെ 22ാം നിലയിൽ നിന്നാണ് അവൻ ലോകത്തെ അളന്നത്. അവൻ എണ്ണപ്പെട്ട യുക്തിയുടെ മാത്രം ആരാധകനായിരുന്നു. നഗരത്തിന്റെ തിരക്കിട്ട ജീവിതത്തിൽ അവന്റെ ചിന്തകൾക്ക് ഐതിഹ്യങ്ങളോ വിശ്വാസങ്ങളോ ഒരു പരിഗണനയുമില്ലായിരുന്നു. പഴഞ്ചൻ കഥകളെല്ലാം സാംസ്കാരിക ഫോസിലുകളാണെന്ന് അവൻ കളിയാക്കി. എന്നാൽ അവന്റെ അമ്മ ഭാർഗവിക്ക് നേരെ വിപരീതമായിരുന്നു ലോകം. അവർക്ക് ഗ്രാമത്തിലെ ഓരോ മൺതലയ്ക്കും ദൈവീകമായോ ഭീകരമായതോ ആയ ഒരർത്ഥമുണ്ടായിരുന്നു. ആ വർഷത്തെ വിഷുയാത്രയ്ക്കായി മങ്ങിയ ചുവന്ന അംബാസഡർ കാർ നഗരം വിട്ടു. ഭാർഗവിയുടെ നെറ്റിയിലെ ഭസ്മം അനന്തുവിന്റെ ഈ ലോകത്തെക്കുറിച്ചുള്ള ധാർഷ്ട്യത്തിന്മേലുള്ള ഒരു താക്കീതുപോലെ തിളങ്ങി. പുറപ്പെടാൻ വൈകിയതിൽ അനന്തുവിന് വെറുപ്പ് തോന്നി. പ്രധാന ഹൈവേയിൽ അപ്രതീക്ഷിത ഗതാഗതക്കുരുക്ക് എന്ന മുന്നറിയിപ്പുമുണ്ടായിരുന്നു. ഉടൻ തന്നെ കാർ ഡാഷ്ബോർഡിലെ AI അസിസ്റ്റന്റ് ഒരു ഉൾവഴി നിർദ്ദേശിച്ചു. അത് 30 കിലോമീറ്റർ കുറവുള്ള പാലയൂർക്കാവ് വനം വഴിയായിരുന്നു. നമുക്ക് ഈ ഷോർട്ട് കട്ട് എടുക്കാം. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് വിശ്വസിക്കാനല്ലെങ്കിൽ പിന്നെ എന്തിനാണ് നമ്മൾ ഈ യാത്ര? അനന്തു ചിരിച്ചു. ഭാർഗവി ഞെട്ടിപ്പോയി. അനന്തു, വേണ്ട, അരുതുമോലെ. അവർ പറഞ്ഞോ? ആ വഴിയാണത്. കേശവതന്ത്രി ബന്ധിച്ച ദുർദേവതയുടെ പാലമര നിൽക്കുന്ന വഴി. കുളക്കണ്ണി അഴിഞ്ഞാടാൻ തുടങ്ങിയെന്ന് നാട്ടിൽ സംസാരമുണ്ട്. ഈ വഴി വെറുമൊരു റോഡല്ല, അത് നമ്മുടെ തറവാടുമായി ബന്ധിപ്പിച്ച ഒരു ശാപമാണ്. അവരുടെ സ്വരം വെറും ഭയമായിരുന്നില്ല, അതൊരു പ്രവചനം പോലെ മുഴങ്ങി. അമ്മ, ശാപം എന്നത് പ്രാചീന മനുഷ്യൻ പ്രകൃതിയുടെ പ്രതിഭാസങ്ങൾക്ക് നൽകിയ പേരാണ്. ഞാനിത് ഗൂഗിൾ മാപ്സിലൂടെ പോകുകയാണ്, പുരാണമല്ല ഓടിക്കുന്നത് എന്ന് പറഞ്ഞ് അവൻ സ്റ്റിയറിംഗ് ഇരുട്ടുതളം കെട്ടിയ ആ ഉൾവഴിയിലേക്ക് തിരിച്ചു. കാർ ഉൾവഴിയിലേക്ക് പ്രവേശിച്ച നിമിഷം പുറത്തെ ശബ്ദങ്ങൾ ഒരു മറയിട്ടതുപോലെ നിലച്ചു. ആകാശം കാണാത്ത വിധം മരങ്ങൾ കെട്ടുപിണഞ്ഞു നിന്നു. പുറത്തെ വായുവിന് പാലപ്പൂവിൻ്റെ മധുരമുള്ള ഒരു കുഴഞ്ഞ ഗന്ധം. ഭാർഗവിയുടെ ചുണ്ടുകൾ മന്ത്രങ്ങൾ ഉരുവിടാൻ തുടങ്ങി. ശ്രദ്ധിക്കൂ, അനന്തു പറഞ്ഞു. GPS സ്ക്രീനിൽ വെളിച്ചം മങ്ങി. സെർച്ചിംഗ് ഫോർ GPS എന്ന സന്ദേശം പതിവായി പ്രത്യക്ഷപ്പെട്ടു. സിഗ്നൽ പോയിരിക്കുന്നു. അവൻ മുന്നോട്ടോടിച്ചു. സമയം 1 മണിക്കൂറോളം കടന്നുപോയി. ടയറുകൾക്ക് താഴെ കരിയിലകൾ മാത്രം ഞെരിഞ്ഞുന്ന ശബ്ദം. അവന്റെ മനസ്സ് കണക്കുകൂട്ടി. 30 കിലോമീറ്റർ ഷോർട്ട് കട്ട്, അരമണിക്കൂർ കഴിഞ്ഞിരിക്കുന്നു. പെട്ടെന്ന് മുന്നിലൊരു വളവ് കണ്ടപ്പോൾ അവന് ഹൃദയമിടിപ്പ് കൂടി. മങ്ങി നിന്ന കാർ ഹെഡ്ലൈറ്റിൽ ഒരു പുരാതനമായ കരിങ്കൽ കമാനം മുന്നിൽ കണ്ടു. കമാനത്തിൽ പായൽ പിടിച്ച ചില വിചിത്ര ലിഖിതങ്ങളുണ്ടായിരുന്നു. നടുക്കത്തോടെ അവൻ ഗോപകുമാരനോട് സംസാരിച്ചപ്പോൾ പറഞ്ഞ കരിങ്കൽ കമാനം ഓർത്തു. ഇതെങ്ങനെ വീണ്ടും ഇവിടെ എത്തി? ഒരു നിമിഷം അവൻ ഭാർഗവിയുടെ മുഖത്തേക്ക് നോക്കി. അവരുടെ കണ്ണുകൾ അടഞ്ഞിരുന്നു. ചുണ്ടുകൾ എന്തോ പെറുപിറുക്കുന്നു. അനന്തു കാർ വീണ്ടും മുന്നോട്ടെടുത്തു. 10 മിനിറ്റിന് ശേഷം വീണ്ടും ആ വളവ്, വീണ്ടും ആ കരിങ്കൽ കമാനം. ഇത്തവണ കമാനത്തിൽ നിന്നും ഒരു പാഴ്വള്ളി ഒരു കയറുപോലെ താഴേക്ക് തൂങ്ങിക്കിടന്നു. നമ്മൾ കറങ്ങുകയാണ് അച്ഛാ. അനന്തുവിന് ആദ്യമായി തൻ്റെ യുക്തിയിൽ സംശയം തോന്നി. ഇതൊരു ഭൗതിക പാതയല്ല, നമ്മൾ ഈ വഴിയിൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. അനന്തു പരിഭ്രാന്തനായി കാർ വെട്ടിത്തിരിച്ചു. റോഡിന്റെ ഓരത്തെ കരിയിലകൾ മൂടിയ വലിയൊരു ചളി നിറഞ്ഞ കുഴിയിലേക്ക് കാർ ആഴ്ന്നുപോയി. ചക്രങ്ങൾ നിസ്സഹായമായി കറങ്ങി. അവൻ ദേഷ്യത്തോടെ കാറിൽ നിന്നിറങ്ങി. ആ ഉൾവഴിയുടെ മൂകത അവനെ വരിഞ്ഞു മുറുക്കി. അവിടെ നോക്കൂ അനന്തു. ഭാർഗവിയുടെ വിറയാർന്ന സ്വരം കേട്ട് അവൻ ടോർച്ച് ലൈറ്റ് തിരിച്ചു. കാറ് കുടുങ്ങിയ സ്ഥലത്തിന് തൊട്ടടുത്ത് ആ കൂറ്റൻ പാലമരം തലയുയർത്തി നിന്നു. അതിന്റെ ശാഖകൾ വാനിലേക്ക് വലയിട്ടു. താഴെ തണുത്ത വെളിച്ചത്തിൽ ഒരു വലിയ കല്ലിൽ വിചിത്രമായ പൂജാവസ്തുക്കൾ വെച്ചിരുന്നു. ഉണങ്ങിയ രക്തക്കറ പോലെ തോന്നുന്ന ചുവന്ന ചെമ്പരത്തിപ്പൂക്കൾ, കറുത്ത നൂലുകൾ, ഉണങ്ങിയ നാരങ്ങകൾ, ഒപ്പം ഒരാൾ കമിഴ്ത്തിവെച്ചതുപോലെ പൂർണ്ണമായി പൊട്ടാത്ത ഒരു നാളികേരവും. അനന്തുവിന്റെ മനസ്സിലെ ശാസ്ത്രബോധം പ്രതികരിച്ചു. ഇത്തരം ഭീഷണികളോടാണ് എനിക്ക് ദേഷ്യം. ആരെങ്കിലും മനഃപൂർവ്വം വഴിമുടക്കിയതാണ്. അവൻ ദേഷ്യത്തോടെ ആ നാളികേരത്തെ കാൽ കൊണ്ട് ആഞ്ഞി ചവിട്ടിത്തെറിപ്പിച്ചു. അത് സംഭവിച്ചത് ഒരു ശബ്ദത്തോടുകൂടിയായിരുന്നില്ല, ഒരു പ്രകമ്പനത്തോടെയായിരുന്നു. പാലമരത്തിന്റെ മുകളിൽ നിന്നൊരു തണുത്ത ദ്രവം അവന്റെ മുഖത്തേക്ക് ശക്തിയായി തെറിച്ചു വീണു. കണ്ണിൽ വീണതിന്റെ നീറ്റലിൽ അവൻ കണ്ണുകൾ തിരുമ്മി. കയ്യിൽ രക്തം പോലെ കടുഞ്ചുവന്ന സിന്ദൂരത്തിന്റെ കട്ടിയുള്ളൊരു പാടാണ് അവശേഷിച്ചത്. അതോടൊപ്പം പാലപ്പൂവിന്റെ മധുരം മാറി. ജീർണിച്ച അഴുകിയ ഒരു മാംസത്തിന്റെ ഗന്ധം ചുറ്റും നിറഞ്ഞു. മോനെ അനന്തു, നിനക്ക് തെറ്റി. ബന്ധനം തകർന്നു. നീ അവളെ ഉണർത്തി. ഭാർഗവി അലമുറയിട്ട് കരഞ്ഞു.
ദൂരെ ഏതോ പ്രകാശത്തിന്റെ ഒരു ഇഴകീറിയ വര കണ്ടപ്പോൾ അനന്തു ആശ്വാസത്തോടെ അങ്ങോട്ട് ഓടി. വൃദ്ധരായ രണ്ടുപേർ മാത്രം താമസിക്കുന്ന വീടായിരുന്നു അത്. ഭാർഗവിയുടെ അവസ്ഥ കണ്ടപ്പോൾ അവരകത്തേക്ക് പ്രവേശിപ്പിച്ചു. രാത്രി മുഴുവൻ ഭാർഗവി പനിച്ചു വിറച്ചു. ഇടയ്ക്കിടയ്ക്ക് ബോധം നഷ്ടപ്പെട്ട് വിചിത്രമായി സംസാരിച്ചു. ജനലിന്റെ കട്ടനിളകിയപ്പോൾ അനന്തു പതിയെ ഒളിഞ്ഞു നോക്കി. ദൂരെ പാലമരം നിഴലിൽ ഒരു ഭീകര സത്വം പോലെ നിന്നു. അതിന്റെ ചുവട്ടിൽ നനഞ്ഞ മുടിയും ചുവന്ന തിളങ്ങുന്ന കണ്ണുകളുമായി ഒരു സ്ത്രീരൂപം അവരെ തന്നെ നോക്കി നിൽക്കുന്നു. അവൾ ചിരിക്കുന്നതുപോലെ അനന്തവിന് തോന്നി. ആ രൂപം കണ്ട മാത്രയിൽ അവന്റെ നെഞ്ചിൽ ഒരു കല്ലെടുത്ത് വെച്ച ഭാരം അനുഭവപ്പെട്ടു. അവൻ പേടിച്ച് കട്ടൻ വലിച്ചിട്ടെങ്കിലും ഭാർഗവിയുടെ വാക്കുകൾ അവനെ കൂടുതൽ ഭയപ്പെടുത്തി. അവൾ എന്നെ വിളിച്ചു. ഭാർഗവി അബോധാവസ്ഥയിൽ പിറുപിറുത്തു. നമ്മുടെ തറവാട്ടിലെ രഹസ്യം, ചങ്ങലയിട്ട മന്ത്രവാദിനിയുടെ താളിയോല അവൾ എന്റെ കയ്യിൽ പിടിച്ചു. മോനെ, തന്ത്രിയുടെ കുടുംബത്തോട് പ്രതികാരം. നീ എന്റെ മുത്തച്ഛന്റെ മകനാണ്. ഇവിടെയാണ് താളിയോല ഒളിപ്പിച്ചത്. ഭാർഗവിയുടെ കൈകളിൽ വിരലുകൾ അമർത്തിയതുപോലെ കറുത്ത ചരടുകളുടെ നേരിയ ചുവന്ന പാടുകൾ തെളിഞ്ഞു. തന്റെ അമ്മയുടെ ശരീരം ദുർദേവതയുടെ കൈകളിലെ ഒരു ഉപകരണമായി മാറിയിരിക്കുന്നു എന്ന് അനന്തുവിന് മനസ്സിലായി. പിറ്റേന്നു രാവിലെ അനന്തു ഗ്രാമത്തിലെത്തിയുടൻ ഗോപകുമാരനെ കണ്ടു. ഭാർഗവിയുടെ ദേഹത്തുള്ള ചുവന്ന പാടുകൾ കണ്ടപ്പോൾ ഗോപകുമാർ ഭയന്നു. അനന്തു, നീ പാലമരത്തിൽ ചവിട്ടിയത് നിന്റെ മുത്തച്ഛൻ ചെയ്ത വലിയ കാര്യത്തെ തകർത്തു. ഗോപകുമാർ വിശദീകരിച്ചു. നമ്മുടെ അമ്മയുടെ മുത്തച്ഛൻ വലിയ കേശവതന്ത്രിയാണ്. വർഷങ്ങൾക്ക് മുൻപ് ഈ ദുർദേവതയുടെ ആത്മാവ് കുളക്കണ്ണി ഈ നാട്ടിലെ കുട്ടികളെ ഇരയാക്കി തുടങ്ങി. അപ്പോഴാണ് അദ്ദേഹം ഈ ദേശത്തെ രക്ഷിച്ചത്. അദ്ദേഹം അവളെ മന്ത്രം കൊണ്ട് ബന്ധിച്ച് ഈ പാലമരത്തിൽ അടച്ചു. പക്ഷെ തന്ത്രിയുടെ രഹസ്യം എന്തെന്നാൽ, ആ ബന്ധനം തകരുമ്പോൾ അവളുടെ പ്രതികാരം തേടുക തന്റെ കുടുംബത്തിലെ രക്തത്തെ ആയിരിക്കും. തന്ത്രി മരിച്ചതിനാൽ ആ ബന്ധനത്തിന് ആകെ 40 ദിവസം മാത്രമേ കാലാവധിയുള്ളൂ. ഈ 40 ദിവസത്തിനുള്ളിൽ പുതിയ തന്ത്രി വന്ന് ക്രിയ ചെയ്യണം. പക്ഷെ തന്ത്രി മരിച്ചത് 35 ദിവസം മുൻപാണ്. ഇനി 5 ദിവസമേ ബാക്കിയുള്ളൂ. അവളെന്തിനാണ് ഞങ്ങളെ മാത്രം ഈ വഴിയിലേക്ക് ആകർഷിച്ചത്? അനന്തുവിന് ഭയം ദേഷ്യമായി മാറി. നിങ്ങൾ തന്ത്രിയുടെ രക്തമാണ്. പാലമരം DPS സിഗ്നലുകളെ തടസ്സപ്പെടുത്തി. അവൾക്ക് നിങ്ങളെ ഒറ്റപ്പെടുത്തി കൊല്ലാൻ വേണ്ടിയാണ് നിങ്ങളെ വട്ടം കറക്കിയത്. ഭാർഗവിയുടെ നില വഷളായി. അതോടെ എത്രയും പെട്ടെന്ന് ഗ്രാമം വിടാൻ അവർ തീരുമാനിച്ചു. കാർ റിപ്പയർ ചെയ്തു. കസിനോടൊപ്പം യാത്ര പറഞ്ഞു പോകുമ്പോൾ അനന്തുവിന്റെ മനസ്സ് ശാന്തമായിരുന്നില്ല. വൈകുന്നേരം സൂര്യൻ പൂർണ്ണമായും അസ്തമിക്കുന്നതിന് തൊട്ടു മുൻപുള്ള ആ ചുവന്ന വെളിച്ചത്തിൽ അവർ പാലയൂർക്കാവ് വനം വഴിക്ക് പുറത്തുവരെ എത്തി. മടക്കയാത്രയ്ക്ക് അവർ പ്രധാന ഹൈവേ തിരഞ്ഞെടുത്തു. പക്ഷേ കാർ പാലമരത്തിന്റെ അടുത്തെത്തിയപ്പോൾ അനന്തുവിന് ഒരു ഉൾവിളി. നമുക്ക് ആ പാലമരത്തിലെ പൂജകൾ പുനഃസ്ഥാപിച്ച് ഒരു നാരങ്ങയെങ്കിലും വെച്ചിട്ട് പോയാലോ? ഗോപകുമാർ എതിർത്തു. ഇപ്പോൾ വേണ്ട, വെളിച്ചം കുറയുകയാണ്. എന്നാൽ അനന്തുവിന്റെ ഉള്ളിൽ ആരോ അവന് നിർബന്ധിച്ചു. അവൻ കാറിൽ നിന്നിറങ്ങി പാലമരത്തിന്റെ ചുവട്ടിലേക്ക് ടോർച്ചടിച്ചു. മരത്തിന്റെ മുകളിലെ കറുത്ത ശാഖയിൽ ദുർദേവത പ്രത്യക്ഷപ്പെട്ടു. രക്തം പുരണ്ട സിന്ദൂരവർണ്ണമുള്ള കണ്ണുകൾ, അഴിഞ്ഞാടിയ മുടി. അവൾ അവനെ നോക്കി ഭീകരമായി ചിരിച്ചു. ആ ചിരിയിൽ പാലപ്പൂവിന്റെ മധുരം ഒരു വിഷവാതകം പോലെ പടർന്നു. തന്ത്രിയുടെ പേരക്കുട്ടി, നീ എന്റെ ബന്ധനം തകർക്കാൻ വന്നു. ഇനി എനിക്ക് സ്വാതന്ത്ര്യം. അവളുടെ ശബ്ദം കാതിൽ തുളച്ചുകയറി. അവൾ താഴെ ഇറങ്ങാൻ തുടങ്ങി. മരക്കൊമ്പുകൾ പൊട്ടിച്ചു. മനുഷ്യന്റേതല്ലാത്ത ഒരു വേഗതയിൽ. ഭയന്ന് നിലവിളിച്ചുകൊണ്ട് അനന്തു അടുത്തുള്ള ഇടതൂർന്ന കാട്ടിലേക്കോടി. രക്ഷിക്കൂ, അവൻ അലറി. അവളുടെ ഭീകരമായ അട്ടഹാസം. എവിടെ പോകുന്നു? നിന്നെ വിടില്ല. അവന്റെ തലയ്ക്ക് മുകളിലൂടെ മരച്ചില്ലകളിലൂടെ അവളുടെ നഖങ്ങളുള്ള കാലുകൾ പാഞ്ഞു നടക്കുന്ന ശബ്ദം. അവൾ തൊട്ടടുത്ത ചില്ലയിൽ എത്തിക്കഴിഞ്ഞിരുന്നു. അവളുടെ ജീർണിച്ച ശ്വാസം അവനെ ചുട്ടുപൊള്ളിച്ചു. മരണം തൊട്ടടുത്തെത്തിയെന്ന് അനന്തു മനസ്സിലാക്കി. ആ നിമിഷം ദൂരെ ഹൈവേയിൽ നിന്നൊരു ട്രക്കിന്റെ അതിശക്തമായ ഹോൺ ശബ്ദം മുഴങ്ങി. ആ ശബ്ദം ദുർദേവതയുടെ ശ്രദ്ധ ഒരു നിമിഷം തെറ്റിച്ചു. അവൾ ഹോണിന്റെ ദിശയിലേക്ക് തിരിഞ്ഞു. ആ ഒരൊറ്റ സെക്കൻഡ് ഗോപകുമാർ ഒരു രക്ഷകനെ പോലെ കാറുമായി വന്നു. അനന്തുവിനെ വലിച്ചെടുത്ത് കാറിന്റെ പിൻസീറ്റിലേക്ക് തള്ളി. കാർ ടയറുകൾ കറക്കി ഹൈവേയിലേക്ക് പാഞ്ഞു. ഹൈവേയിൽ തിരക്കില്ലായിരുന്നു. ശാപം നിറഞ്ഞ ആ കുറുക്കുവഴി ദുർദേവത തുറന്നിട്ട ഒരു മായവലയായിരുന്നു. തന്ത്രിയുടെ രക്തത്തെ ആകർഷിക്കാൻ വേണ്ടിയായിരുന്നു അത്. അനന്തുവിനത് ബോധ്യമായി. അവന്റെ യുക്തിക്കതീതമായ ആ ലോകം അവനെ വേട്ടയാടി. അനന്തുവും കുടുംബവും ഇപ്പോഴും ഗ്രാമം സന്ദർശിക്കാറുണ്ട്.
എന്നാൽ എത്ര ദൂരം ലാഭിക്കാമെന്ന് ഗൂഗിൾ മാപ്സ് പറഞ്ഞാലും ആ ശാപഗ്രസ്തമായ പാലയൂർക്കാവ് വനം വഴിയോ പാലമരത്തിന്റെ നിഴൽ വീണ പാതയോ അവർ എന്നേക്കുമായി ഉപേക്ഷിച്ചു. കേരളത്തിന്റെ മനോഹരമായ ഗ്രാമങ്ങൾ ഇരുട്ടിന്റെ മറവിൽ നിഗൂഢമായ ഭീകരതയെ ഒളിപ്പിച്ചു വെച്ചേക്കാം.